നമസ്തേ. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ വളരെ കളർഫുള്ളായിട്ടുള്ള രത്നങ്ങളും രത്നവിശേഷങ്ങളും അതുപോലെ തന്നെ പല രാശികളും അതിൻ്റെ പ്രത്യേകതകളും അതോടൊപ്പം തന്നെ ബ്യൂട്ടിഫൈയിങ് രത്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള എപ്പിസോഡുകൾ കൂടിയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ബ്യൂട്ടിഫൈയിങ് രത്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മുത്തുകൾ കൂടുതൽ ഭംഗി ധരിച്ചാൽ നമുക്കൊരു ഭംഗി കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയുള്ള എപ്പിസോഡുകൾ നമുക്കത് കൂടുതൽ രത്നങ്ങളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് നമുക്ക് പോലെയും ടെർമലിൻ പോലെയും ഉള്ള രത്നങ്ങളും കൂടെ നമ്മൾ കളർ ചേഞ്ച് ഉള്ള രത്നങ്ങള് അതൊക്കെ കുറിച്ച് നമുക്ക് ഇനി ആഡ് ചെയ്യണം, ആഡ് ഓൺ ചെയ്യാം. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്ന കാര്യമായിരുന്നു ഓരോ രാശികൾ. അപ്പോൾ അതിലെ പ്രത്യേകതകൾ ഇപ്പം നമ്മൾ മകരത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. മകരം രാശി ആണെന്ന് വിചാരിച്ച് ഓടിപ്പോയി ഒരു ബ്ലൂ സഫയർ വാങ്ങി ധരിക്കരുത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണെന്നുള്ളത്. അത് പലരും ഈ ശനിയുടെ ദശാകാലം ബർത്ത് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ധരിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പൂയം, അനിഴം, ഉത്രട്ടാദിക്കാരെല്ലാം ശനിദശയെ ജനിക്കുന്നത് കൊണ്ട് ജ്വല്ലറികളിലൊക്കെ അതിനൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പൂയം, അനിഴം, ഉത്രട്ടാദി ആണെങ്കിൽ ബ്ലൂ സഫയർ എഴുതിയിട്ടുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം അവർ ശനിദശയിലാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നു എന്നുള്ള ഒറ്റ ഒരു കാര്യവും ഉള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് ആ കല്ല് കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ബ്ലൂ സഫയർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു രത്നമാണത്. ഇപ്പം ഈ 3 നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ അതിൽ ശനി വളരെ നെഗറ്റീവ് സൈഡ് നിൽക്കുന്നവരുണ്ടാവും, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നവരുണ്ടാവും, ഒരു മീഡിയം ലെവലിൽ ഒരു ശനി വലിയ കുഴപ്പക്കാരൻ അല്ലാതെ പോകുന്നവരുണ്ടാവും. ഇത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ കൃത്യമായിട്ടത് അങ്ങനെ പോയി ധരിക്കരുത്. അത് കൃത്യമായിട്ട് അറിയാവുന്നവരോട് ചോദിച്ച് വേണം ചെയ്യാൻ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു സ്റ്റാറിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു രാശികളെ മാത്രം ആസ്പദമാക്കിയിട്ടോ പോയി കല്ല് ഞാൻ മകരൻ രാശി എന്നാൽ ബ്ലൂ സഫയർ ഇട്ടേക്കാം അങ്ങനെ കരുതരുത്. അത് വളരെ നമ്മൾ സൂക്ഷ്മതയോടെ ചാർട്ടൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷമേ നമ്മൾ അതിലേക്ക് പോകാൻ. നമ്മൾ ഈ മകരം രാശിനെ കുറിച്ച് പറഞ്ഞപ്പം അത് ശനി തന്നെ ആ 10th ഹൗസിൽ നിൽക്കുന്നു. കർമ്മമേഖല വളരെ നന്നായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഒരു പഠിക്കുന്ന ഒരു ആൾക്കാണ് ഈ ശനി 10th ഹൗസിൽ തന്നെ നിൽക്കുന്നത്. അപ്പം അവരുടെയൊക്കെ ഒരു അനുഭവങ്ങൾ എന്തായിരിക്കും കരിയറിലേക്കൊക്കെ വരും? കരിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും. കാരണം കർമാധിപൻ കർമ്മസ്ഥാനത്ത് നിന്നാൽ ജോലിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ അതായത് ഭാവാധിപൻ അതിൽ തന്നെ നിന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം 5ൽ വ്യാഴം നിൽക്കുന്നു. 5ാം ഭാവാധിപൻ 5ൽ തന്നെ നിന്നാൽ സന്താനപരമായിട്ടുള്ള ഒരു ഡിലേ ഒക്കെ പറയാറുണ്ട്. അങ്ങനെയുണ്ട്. എങ്കിലും നമ്മൾ ഈ കർമ്മകാരകൻ ശനി ആയതുകൊണ്ടും ശനിയുടെ ഹൗസ് കർമ്മത്തിൻ്റെ ആണ് മകരൻ രാശി എന്നുള്ളത് കൊണ്ടും ശനി അവിടെ സ്വക്ഷേത്രമായിട്ട് നിന്നാൽ ഡെഫിനറ്റായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു ക്യാമ്പസ് സെലക്ഷനിലൂടെ കൂടെ പോകും. എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് പോകാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സിവിൽ എഞ്ചിനീയറിങ്, സിവിൽ ഏവിയേഷൻസ്, ഇതെല്ലാം ഇതിൻ്റെ ഒരു കണക്ട് ചെയ്ത് അപ്പോൾ നമ്മൾ വെള്ളത്തിലും കരയിലും നിൽക്കുന്ന ആണ് ഇതിൻ്റെ സിമ്പൽ തന്നെ. പകുതി മാനും മത്സ്യമാണ്. മത്സ്യം ജലത്തിലും പോവും, മാൻ കരയിലും പോവും. അപ്പം ഇങ്ങനെയുള്ള സൈഡുകളൊക്കെ ഇതിനകത്ത് ബാധകമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പറഞ്ഞു ചൊവ്വയുടെ ഒരു ഉച്ച സ്ഥിതിയും കൂടെ ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ഈ ചാർട്ടിൽ തന്നെ ഇപ്പം ശനിയുടെ കൂടെ സൂര്യൻ കൺജങ്ഷൻ വന്നു അല്ലെങ്കിൽ ശനിയുടെ കൂടെ ഈ ചൊവ്വയുടെ ഒരു കൺജങ്ഷനാണ് വന്നതെങ്കിൽ മൊത്തത്തിലുള്ളൊരു അനുഭവത്തിൽ വ്യത്യാസം വരും. സ്മൂത്ത്നെസ് കുറയും. ചൊവ്വയും ശനിയും കൂടെ വരുമ്പോൾ സ്മൂത്ത്നെസ് കുറയും. പക്ഷെ ആള് കുറച്ചുകൂടെ പവർഫുള്ളും അരഗൻറ്റും ഒക്കെ ആയിരിക്കും.
അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഓർമ്മയിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാം. കാരണം വെച്ചാൽ ഒന്ന് നമ്മൾ ഈ ചിലരൊക്കെ സാറേ ഇനിയിപ്പോൾ എന്താ 8ാം ക്ലാസ്സിലായി മോന് എന്തോ ചെയ്യേണ്ടത്, നമ്മൾ വല്ല കച്ചവടം വേണോ, ബിസിനസ് വേണോ, അതോ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സാമാന്യ ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ സ്പെയർ പാർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി, അതിൻ്റെ ഷോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അവരുടെ 3 മക്കൾ അവരുടെ ചാർട്ടിൽ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ശനിയും 10th ഹൗസും നമ്മൾ ചെക്ക് ചെയ്യും. ശനി മെറ്റൽസും ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ 10th ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശനി നിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശനി ഇപ്പോൾ ധനുവിലോ മകരത്തിലോ കുംഭത്തിലോ അല്ലെങ്കിൽ തുലാത്തിലോ ഒക്കെ നിന്നാൽ ആ പയ്യനായിരിക്കും ഈ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. സൂര്യൻ കൂടെ നല്ല ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ അച്ഛൻ്റെ ബിസിനസ് പയ്യൻ കൈകാര്യം ചെയ്യും. 10th ഹൗസ് തന്നെ സൂര്യനും ശനിയും നിൽക്കുന്നത് പറയുക. സൂര്യനും ശനിയും 10th ഹൗസ് നിൽക്കുന്ന അത്ര നല്ലതല്ലെങ്കിൽ പോലും അച്ഛൻ്റെ കാലശേഷം ആ ബിസിനസ് അല്ലെങ്കിൽ ആ കർമ്മരംഗം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ ഈ പയ്യനായിരിക്കും. 10th ഹൗസിന് അങ്ങനെ ഒരു സവിശേഷത. 10th ഹൗസിലെ സൂര്യദശാകാലത്ത് ചിലപ്പോൾ അച്ഛൻ്റെ വേർപാട് പോലും സംഭവിക്കാം എന്നുള്ളൂ. സംഭവിക്കണമെന്നില്ല, സംഭവിക്കുകയും ജനറൽ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ 10th ഹൗസ് നിൽക്കുന്ന പ്ലാൻ ചിലപ്പോൾ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലധികമായിരിക്കും. സൂര്യൻ നിൽക്കുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിൽക്കുകയാണെങ്കിൽ ആ ജോലി ഈ പയ്യന് കിട്ടാൻ ചാൻസസ് കൂടുതലായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന പോകുന്നതിലൊക്കെ വളരെ മിടുക്കരായിട്ടുള്ള അസ്ട്രോളജീസൊക്കെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പഴയ ആൾക്കാർ അവരൊക്കെ ഇതൊന്നും അല്ല അവർ കണ്ടുപിടിക്കുന്നത്. എൻ്റെ കണ്ടുപിടുത്തം പോലെ ആയിരിക്കത്തില്ല അവരുടെ. നമ്മൾ ജംസാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരുടെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല കാര്യങ്ങളിലേക്കും വരും. അത്ര ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മൾ ഈ മകരം രാശിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തു വന്നിരുന്നത്. അതിൽ നമ്മൾ ചൊവ്വയുടെ ഒരു കാര്യം പറഞ്ഞു. ചൊവ്വയ്ക്ക് ഇവിടെ ഒരു ഉച്ച സ്ഥിതിയാണെന്ന് പറയേണ്ട. ചൊവ്വയുടെ ഉച്ച രാശിയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ നീചാവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ചൊവ്വയുടെ ഒരു ഉച്ച സ്ഥിതിയിലേക്കൊക്കെ വരുമ്പം ഇവിടെ ഈ വ്യക്തിക്ക് ചൊവ്വയുടെ രത്നം ഉപയോഗിക്കാം. അത് നമുക്ക് ലഗ്നം ബർത്ത് ടൈമും കൂടെ കണക്കാക്കിയിട്ട് വേണം. മേട ലഗ്നമാണ് 10ൽ ചൊവ്വ നിൽക്കുന്ന ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല. മേട ലഗ്നം 10ൽ ചൊവ്വയാണെങ്കിൽ ഒരു മോസ്റ്റ് പ്രോബബ്ലി, അതായത് ഒരു നല്ല ശതമാനം ആൾക്കാരും ഈ പറഞ്ഞ പോലെ മിലിറ്ററിയോ പോലീസോ അല്ല അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരോ നല്ല പോലീസ് ഓഫീസേഴ്സോ മിലിറ്ററിയുടെ നല്ല പൊസിഷൻ നിൽക്കുന്നവരായിരിക്കും. കാരണം ഈ ചൊവ്വ നല്ല 10ൽ തന്നെ നിൽക്കുന്നു. മേടലഗ്നം മേടക്കൂറുവാണെന്ന് വിചാരിക്കുക. 10ൽ ചൊവ്വ നിന്നാൽ ഡെഫിനറ്റ്ലി അയാൾ ഒരു സ്ട്രിക്റ്റ് പോലീസ് ഓഫീസർ അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ലെവലിൽ നിൽക്കുന്നവർ സ്ട്രിക്റ്റ് ആയിരിക്കും. അയാൾക്ക് സർട്ടൻ പ്രിൻസിപ്പിൾസ് ഉള്ള ആളായിരിക്കും. അപ്പോൾ ചൊവ്വ റോങ് സൈഡിൽ പോയി നിൽക്കുകയും ഇതുപോലുള്ള ജോലിയിൽ പെടുകയും ചെയ്യുന്നവർക്ക് അവർ ചിലപ്പോൾ പല വളഞ്ഞ വഴിയും സ്വീകരിച്ച് മുന്നോട്ട് പോകും. സ്ട്രെയിറ്റായിട്ട് ആയിരിക്കത്തില്ല അവർ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പം 10ൽ നിൽക്കുന്ന ചൊവ്വ മേട ലഗ്നക്കാർക്കും മേടക്കൂറുകാർക്ക് ഒക്കെ വളരെ നല്ലതാണ്. 10ലെ ആ ചൊവ്വ നിൽക്കുന്നത് കൊടുക്കാം, നമുക്ക് സ്റ്റോൺ കൊടുക്കാം. അതേസമയം നമ്മൾ ഈ പറ്റുകയില്ലാത്ത ലഗ്നക്കാരുണ്ട് ഇതിനകത്ത്. ഇപ്പം നമുക്ക് പറ്റുന്ന ലഗ്നക്കാർ ഞാൻ ഒന്നുകൂടെ പറയാം. വൃശ്ചിക ലഗ്നം പറ്റും. നല്ല ക്യാരറ്റേജ് ചൊവ്വയുടെ കൊടുക്കാൻ പറ്റും. മീന ലഗ്നത്തിൽ നിൽക്കുന്നു. മീന ലഗ്നം വരുമ്പം 2nd ഹൗസും 9th ഹൗസും 2ഉം 9ഉം ഭാവാധിപൻ ചൊവ്വ പോയി 10ൽ പോയി നിൽക്കുന്നു, കൊടുക്കാൻ പറ്റും. അതേസമയം 8ൽ നിൽക്കുന്നു, കൊടുക്കുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ചിട്ട് വേണം. 8th ഹൗസിൽ നിൽക്കുന്ന ചൊവ്വയുടെ കല്ലുകൾ സത്യത്തിൽ ഞാൻ കൊടുക്കാറില്ല. 8ൽ നിൽക്കുന്നതാണെങ്കിൽ കൊടുക്കാൻ ഭയങ്കര അപകടകാരിയായിട്ടുള്ള
ഒരു പൊസിഷൻ, പൊസിഷൻ കൂടെ ഈ അപകടങ്ങൾ കൂടെ ഉണ്ട്. ചൊവ്വ അപകടകാരിയാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ റോങ് പൊസിഷനിൽ നിൽക്കുന്നവർക്കാണ്. 8-ലും 6-ലും 7-ലും അല്ലെങ്കിൽ റോങ് കൺജക്ഷനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ചൊവ്വ മോശം. അല്ലെങ്കിൽ ചൊവ്വ നല്ലൊരു പ്ലാനറ്റാണ്. ഈ രാജ്യം ഭരിക്കുന്നത് ചൊവ്വയാന്ന് വേണം പറയാം. ആളൊരു മോശക്കാരനൊന്നുമല്ല. ഏറ്റവും നാട് കാക്കുന്ന ആളാ, പോക്കെടുക്കുന്ന ആളാ, രാജ്യം സംരക്ഷിക്കുന്ന ആളാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ പൊസിഷനിങ് ആണ് പ്രശ്നം. ആ വ്യക്തിയുടെ ചാർട്ടിൽ പൊസിഷൻ മോശമാണെങ്കിൽ ആണ് പിള്ളേരൊക്കെ വഴിതെറ്റിയൊക്കെ പോകുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ, വർഷങ്ങളിൽ അങ്ങനെയുള്ള ഈ ടെററിസം പോലുള്ള കാര്യങ്ങൾ ഒക്കെയും ചൊവ്വ കൈകാര്യം ചെയ്യും. പക്ഷെ ആ ചൊവ്വ മോശക്കാരനല്ല, ശനി മോശക്കാരനല്ല, ശനി ദശയാ മോശം. എന്തിനാ ശനി നമുക്ക് നല്ലൊരു ഗ്രഹമാണ് ശനി. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് നമുക്ക് ധനം, അതുപോലെ തന്നെ കർമ്മരംഗം, ഇതെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടങ്ങൾ ശനിയുടെയാണ്. വ്യാഴദശ കഴിഞ്ഞാൽ ശനി വരുന്നത്. വ്യാഴം ഒരു സാത്വികമായിട്ടുള്ളൊരു ഗ്രഹമാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് പോകുമെങ്കിൽ വ്യാഴദശ കഴിഞ്ഞ് ശനിദശയിലേക്ക് കടക്കുമ്പോൾ ആളുടെ ജീവിത രീതി തന്നെ മാറി. ആളും കുറച്ച് നല്ല ഒരു ഉത്സാഹിയും എടുത്തു ചാടി നിന്ന് കാര്യങ്ങൾ ചെയ്യുകയും പല പ്രോബ്ലംസ് ഫേസ് ചെയ്യുകയും ചെയ്യുമെങ്കിലും പണം വരും. ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞ കേട്ടോ. പണം വരാത്തതുകൊണ്ട്, പക്ഷെ പണം വരും. ഒരു ജനറലായിട്ടുള്ളൊരു ക്യാരക്ടർ വന്നു. അപ്പോൾ ഈ ചൊവ്വ എന്നും ഒട്ടും മോശക്കാരനല്ല. പക്ഷേ ചൊവ്വ നിൽക്കുന്ന പൊസിഷൻ നോക്കിയിട്ട്, അത് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയും. അടുത്ത കാലത്ത് നടന്ന ഒരു എക്സാമ്പിളാണ്. നമ്മുടെ ഒരു വാട്സാപ്പ് വഴി എനിക്ക് അതായത് ഇദ്ദേഹത്തിൻ്റെ 94-ലെ പയ്യനാ, 94-ലെ ചാർട്ടാ. ഓക്കെ, 94-ലെ. അപ്പോൾ ഇതിനകത്ത് വൃശ്ചിക ലഗ്നവും 8-ൽ ചൊവ്വയാണ് നിൽക്കുന്നത്. ചന്ദ്രൻ 12-ലും നിൽക്കുന്നത്. അപ്പം അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ, ഈ ചന്ദ്രൻ്റെ സ്റ്റോണ് പുള്ളിക്ക് പല പ്രാവശ്യം റീവർക്ക് ചെയ്തിട്ടും കയറുന്നില്ല. ആരോ സജസ്റ്റ് ചെയ്തു, അവർ തന്നെ പണിത് കൊടുത്തു. ഞാനല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ പണിതെങ്കിൽ ഇത് കയറുന്നില്ല. ഈ ചൊവ്വയുടെ സ്റ്റോൺ ഇട്ട് 10-ാം പൊക്കം പുള്ളിക്ക് ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം നമ്മൾ ലഗ്നാധിപനാന്ന് പറഞ്ഞിട്ട് 8th ഹൗസിലെ ചൊവ്വയുടെ സ്റ്റോൺ കൊടുത്താൽ ചിലപ്പം ഈ രീതിയിലായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത്. പറഞ്ഞാൽ ഈ 12-ൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ കല്ലും പുള്ളിക്ക് അനുയോജ്യമല്ല, പയ്യൻ അനുയോജ്യമല്ല. പുള്ളിക്ക് ശനിയുടെ പീരീഡുമാണ്. ശനി 4-ൽ സ്വക്ഷേത്രമായിട്ട് നിൽപ്പുണ്ട് കുംഭത്തിൽ. ഞാൻ കൊടുത്ത ശനിയുടെ കല്ല് നിങ്ങൾ ഓൾറെഡി അയാൾ 2 കല്ല് മേടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ശനിയുടെ കല്ലാണ് നല്ലത്. പിന്നെ ഇപ്പോൾ ആലോചിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് ഈ വ്യക്തിക്ക് റെഡ് കോറലും പറ്റില്ല, അതുപോലെ മൂൺ സ്റ്റോണും മാച്ചല്ല. റെഡ് കോറലും നല്ലതല്ല, മൂൺ സ്റ്റോണും ഒട്ടും മാച്ചിങ് അല്ല. പുള്ളിക്ക് സൂര്യൻ്റെയും ശനിയുടെയും കല്ല് നല്ലതാണ്. സൂര്യ-ശനി ബന്ധമുണ്ട് ചാർട്ടിൽ. പക്ഷെ സൂര്യൻ നിൽക്കുന്നതും ചിങ്ങത്തിലാണ് നിൽക്കുന്നത്, 10-ലാണ് നിൽക്കുന്നത്. അതും നല്ലതാണ്. സൂര്യനെയും വേണം നമുക്ക് എൻഹാൻസ് ചെയ്യാം. പക്ഷേ ഞാൻ ശനിയാണ് എൻഹാൻസ് ചെയ്യുന്ന, ശനിയുടെ പീരീഡും കൂടെ ആയതുകൊണ്ട് ആണത് ചെയ്തത്. ഇങ്ങനെയുള്ള പൊസിഷൻ വന്നപ്പോൾ വേണമെങ്കിൽ നമുക്ക് സൂര്യൻ്റെയും ശനിയുടെയും കല്ല് കൊടുക്കാം. വളരെ റെയറാണ് അത്. സൂര്യൻ്റെയും ശനിയും കൺജക്ഷൻ തന്നെ നല്ലതല്ല. അപ്പോൾ എൻ്റെ കല്ല് ഒരുമിച്ച് കൊടുക്കാവോ എന്നും ഒരു ക്വസ്റ്റ്യൻ വരാം. ചില കേസുകളിൽ നമുക്ക് നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റും. അതായത് ആ വ്യക്തിയുടെ ചാർട്ട് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അല്ലാതെ ജനറലായിട്ട് കേട്ടിട്ടോ ജനറലായിട്ട് പറഞ്ഞിട്ടോ അല്ല നമുക്കത് ചെയ്യേണ്ടത്. എസ്പെഷ്യലി നമ്മൾ കോറൽസ് കൊടുക്കുമ്പോൾ വളരെ ആലോചിച്ച് സൂക്ഷ്മതയോടെ വേണം അത് ചെയ്യാനായിട്ട്. നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്ന കാര്യം ഇതായിരുന്നു. ഒരു ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്തു. അപ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരിക്കലും റെഡ് കോറൽസോ അല്ലെങ്കിൽ ആൾക്ക് മൂൺ സ്റ്റോണോ അവിടെ മാച്ച് ആകുന്നില്ല. പക്ഷേ നമ്മൾ ആൾക്ക് കൊടുത്തിരിക്കുന്നത് ഇപ്പം ബ്ലൂ സഫയർ എന്ന് പറയുന്ന ഒരു രത്നമാണ്. ഈ ലഗ്നാധിപൻ്റെ കല്ല് ജനറലി ആൾക്കാർ കൊടുക്കും. പക്ഷെ എന്നാലും ചൊവ്വയുടെ കല്ല് ആരോ സജസ്റ്റ് ചെയ്ത് അയാൾ ഇട്ടപ്പോൾ അയാൾക്ക് ചെറിയ അപകടം ഉണ്ടായി. ഞാനതാ പറഞ്ഞത്, ഞാൻ അങ്ങനെ കൊടുക്കാറില്ല.
8th ഹൗസിൽ നിൽക്കുന്ന ചൊവ്വയുടെ കല്ല് എന്തെങ്കിലും പോസിറ്റീവ് സൈഡുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കൊടുക്കത്തില്ല. കാരണം ഒരു അപകടകാരിയായതുകൊണ്ടാണ്. ആ ഒരു ഹൗസും അത് അങ്ങനെ ഒരു 8th ഹൗസ് നമുക്ക് അപകടങ്ങളും, 6th ഹൗസ് നമുക്ക് രോഗങ്ങള്, കടങ്ങള്, ബാധ്യതകള്, ശത്രുക്കള്, എനിമീസ് എല്ലാം വരുന്നത് ആ കാലഘട്ടത്തിലാണ് വരുന്നത്. അതേസമയം 8th ഹൗസ് നമുക്ക് അപകട ചാൻസുകൾ കൂടുതലാണ്, ഈവൻ മരണം വരെയും സംഭവിക്കാവുന്ന ഒരു പൊസിഷനാണ് 8th എന്ന് പറയുന്നത്. 8ലെ ചൊവ്വയൊക്കെ വളരെ റോങ് എഫക്റ്റ് ഉണ്ടാക്കും പാർട്ട്ണർ സൈഡിലേക്ക്. അപ്പം ആ ഒരു ചൊവ്വയുടെ രത്നം ഈ പ്രത്യേക പർട്ടിക്കുലർ ചാർട്ടുകാരൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലേ. 7th ഹൗസിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കും നമ്മൾ കല്ല് കൊടുക്കാറില്ല. 7th ഹൗസും 8th ഹൗസും വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ പറഞ്ഞാൽ ആ 7th ഹൗസിലോ അല്ലെങ്കിൽ 8th ഹൗസിലോ നിൽക്കുന്ന ചൊവ്വയുടെ രത്നം ഒഴിവാക്കുന്നത് തന്നെയല്ലേ നല്ലത്. ഒഴിവാക്കുന്നില്ല. കാരണം വെച്ചാൽ ചൊവ്വയുടെ ദശാകാലം വരിക എന്ന് വിചാരിക്കും. ഇപ്പോൾ 7th ഹൗസിലോ 8th ഹൗസിലോ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം ഒരാൾക്ക് വന്നു വിചാരിക്കും, അത് ഒരു പാർട്ണറെ എഫക്റ്റ് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ പാർട്ണർ. കാരണം 7th ഹൗസ് ഈസ് മെന്റ് ഫോർ പാർട്ട്നേഴ്സ്, പാർട്ണർഷിപ്പ് ബിസിനസ് ആൻഡ് ലൈഫ് പാർട്ണർ. അതിലാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിലും ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ അത് ശരിയായെന്ന് വരത്തില്ല. ബുദ്ധിമുട്ടുകൾ പാർട്ണർക്ക് 7ൽ ചൊവ്വയും 8ൽ ചൊവ്വയും ഉള്ള പല പെൺകുട്ടികളും വിവാഹം കഴിക്കാതെ നിൽക്കുന്നവരുണ്ട്, ഒരുപാട് ഡിലേ ആയവരുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസവും ആചാരപ്രകാരവും ജാതകം നോക്കി ചെയ്യുന്നതാണ്. 7th ഹൗസിലോ 8th ഹൗസിലോ നിന്നാൽ പയ്യൻ്റെ ചാർട്ട് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. പെൺകുട്ടി ഒരു ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് നോക്കുവാണെങ്കിൽ പെൺകുട്ടിയുടെ ജാതകത്തിൽ 8 ചൊവ്വ, അതിനുള്ള മാച്ച് കിട്ടാത്ത ചാർട്ട് എടുക്കാറില്ല ജനറലി. ഇത് ഞാൻ ചെയ്യുന്ന കാര്യമല്ല, ജനറലി അസ്ട്രോളജീസ് ചെയ്യുന്ന. അപ്പം 8ൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ 8ൽ നിൽക്കുന്നു, 8th ഹൗസിൻ്റെ ആ ചൊവ്വയുടെ ദശാകാലവും വരുന്നു. ഇപ്പോൾ ഒരു 40-45 വയസ്സിൽ ആ കല്യാണം കഴിച്ചു, 40-45 വയസ്സിൽ ആ ദശാകാലം വരുമ്പോൾ അത് ഹസ്ബൻഡിനെ എഫക്റ്റ് ചെയ്യരുത്. 7 പെൺകുട്ടികളുടെ മാരേജ് ആണെങ്കിൽ 8th ഹസ്ബൻഡിൻ്റെ ആയുർസ്ഥാനമാണ്. അതിനുള്ള മാച്ച് 7th ഹൗസിലൊക്കെ അതിന് മാച്ച് കിട്ടും. പയ്യൻ്റെ ചാർട്ടിൽ 7th ഹൗസൊക്കെ ചാർട്ട് വന്നാലും ദൈവാധീനവും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് പോകും. കണ്ണെ കൊള്ളാവുന്ന പുരിയത്തെ കൊണ്ടൊക്കെ പോകും. എന്നാലും നമ്മൾ ഒരു ജനറലി നമ്മൾ സംസാരിക്കുമ്പോൾ കല്ലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കല്ല് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ചൊവ്വയുടെ കല്ലും അല്ലെങ്കിൽ ആ ദശാകാലങ്ങളിൽ അനുസരിച്ച് ഈ പറയുന്ന ആ സമയത്തും ഇപ്പൊ ചൊവ്വയുടെ ദശാകാലം എന്ന് പറഞ്ഞാൽ 8 ചൊവ്വ നിൽക്കുന്ന ഒരാൾ പോയി കല്ല് മേടിച്ചിട്ട് ചിലപ്പോൾ അയക്ക് തന്നെ അപകടം ഉണ്ടാവും. കാരണം ചൊവ്വ പെട്ടെന്നൊരു സഡൻ ആക്ഷനാണ്, പെട്ടെന്ന് വീടും റെഡാണ്, ബ്ലഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ചൊവ്വയുടെ ഈ പൊസിഷനിങ് കൊണ്ടാണ് ചൊവ്വയ്ക്ക് ഒരു റോങ് എഫക്റ്റ് ഉള്ളതെന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത്. അയ്യോ ചൊവ്വയുടെ വീട് അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ നല്ല വളരെ സിസ്റ്റമാറ്റിക്കും പ്രിൻസിപ്പിളായിട്ട് പോകുന്ന ഒരു പ്ലാനറ്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ രത്നമായ റെഡ് കോറൽസ് ഉപയോഗിക്കുമ്പോഴും എല്ലാവരും ഈ ഒരു ശ്രദ്ധയോടെ അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ വേണം ഇതിനെ ഒന്ന് കാണാനായിട്ട്. ഒരുപാട് ക്യാരറ്റേജും ഇപ്പോൾ മാച്ചിങ് ആയവർക്ക് തന്നെ ഒരുപാട് ക്യാരറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മേടലഗ്നം 10ൽ ചൊവ്വ നിൽക്കുന്നു. ആ ചൊവ്വ വളരെ എക്സോൾട്ടഡ് ആയിട്ട് തന്നെ ആ ഡിഗ്രിയിൽ എക്സോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാരറ്റ് വേണ്ട. ഒരുപാട് ക്യാരറ്റ് വരുമ്പോൾ ഓവർ കോൺഫിഡൻസ് വന്നു, എടുത്ത് ജമ്പ് ചെയ്യുക പിന്നെ കാര്യങ്ങൾക്ക്. എന്തെങ്കിലും കേട്ട അപ്പം തന്നെ വണ്ടി എടുത്ത് പോകുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിനും നമുക്കൊരു മീഡിയം ലെവലിൽ അതിന് കല്ല് കൊടുക്കാവുള്ളൂ. എന്നാൽ കോറലിൻ്റെ കല്ല് നല്ല ക്യാരറ്റേജ് കൊടുക്കുന്നത് ഇപ്പം വൃശ്ചിക ലഗ്നത്തിൽ ചന്ദ്രൻ നീചപ്പെട്ട് നിൽക്കുന്നു, ചൊവ്വ മകരത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ മേട ലഗ്നക്കാരന് 10ൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് 4 ക്യാരറ്റോ 3 ക്യാരറ്റോ നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതേസമയം ഈ ചാർട്ടുകാരൻ, അതായത് വൃശ്ചിക ലഗ്നത്തിൽ ചന്ദ്രൻ നീചപ്പെട്ട് നിൽക്കുന്നു, ചൊവ്വ ഉച്ചസ്ഥിതിയാണെങ്കിൽ ഒരു 5, 6, 7 ക്യാരറ്റ് കൊടുക്കാം. നമുക്ക് കുറച്ചധികം കൊടുക്കാനായിട്ട് സാധിക്കും, അധികം കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല, കാരണം ചന്ദ്രബലം ഇല്ല, മനസ്സേ വീക്ക്.
മനസ്സ് വീക്കായി ആള്. പിന്നെ ചൊവ്വ ചൊവ്വയുള്ളവിടെ സപ്പോർട്ടീവായിട്ട് സൂര്യൻ്റെ പൊസിഷനും നമ്മൾ ചെക്ക് ചെയ്യും. സൂര്യൻ നല്ലതായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ്റെ സ്റ്റോണും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യങ്ങളാണ് ഈ ഭയങ്കരമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. എവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മൾ ഈ ചാർട്ടും ഡിവിഷണൽ ചാർട്ടുകളും വെച്ച് നമ്മൾ വളരെ ആലോചിച്ചതിന് ശേഷമേ നമ്മൾ സ്റ്റോൺസ് കൊടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഈ ചൊവ്വയുടെ അല്ലാതെ ദശാകാലം അനുസരിച്ചിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇന്ന ദശകാലം ഇന്ന കല്ല്, ഈ ദശ കഴിയുമ്പോൾ നിങ്ങൾ മാറിക്കോളൂ, അടുത്ത ദശയുടെ കല്ലിട്ടോളൂ. വെരി 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 റോങ്. അങ്ങനെ ഒരിക്കലും ചെയ്യാനേ പാടില്ല. കൃത്യമായിട്ടുള്ള ആളുടെ ചാർട്ട് വിശകലനം ചെയ്ത് ആൾക്ക് അനുയോജ്യമായിട്ടുള്ള രത്നങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അളവിലും തൂക്കത്തിലും ധരിക്കുമ്പോഴാണ് ഇതിനൊരു റിസൾട്ട് അല്ലെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ്സ് നമുക്ക് ഇയാൾക്ക് കിട്ടും. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. കൂടുതൽ രത്നവിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും പുതിയ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്തേ.